ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ച സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സ്കൂളും കാര്യങ്ങളും പരിസരങ്ങളും വന്ന വഴികളും പോണ വഴികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാം എടുത്തിട്ടൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂള്. 1 മുതൽ 7 വരെയും പഠിച്ച എൻ്റെ ഫിഷറീസ് സ്കൂളാണ് കേട്ടോ. പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ കേട്ടോ സ്കൂളിൻ്റെ അടുത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ. അപ്പോൾ ഞങ്ങളിവിടെ വരാൻ കാരണം ഞങ്ങൾക്ക് വോട്ടിങ് ഇവിടെയാണ് കേട്ടോ. ഈ സ്കൂളിലാണ് എൻ്റെ വോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വോട്ടൊക്കെ ചെയ്തിട്ട് വന്നു. എൻ്റെ വിരലിൽ ഉള്ള മഷി മൊത്തം അവർ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും എൻ്റെ മഷി പോയിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ അവിടെ നിന്ന് മാറ്റി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയെന്ന് പറയുന്നുണ്ട്. ബിൽഡിങ് തന്നെ ഞാൻ കാണുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ. നമ്മൾ ആണെങ്കിലും ഇവിടെ ഒന്നും വരവില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ സ്കൂളിൽ വെച്ച് നടത്തുമ്പോഴൊക്കെയാണ് നമ്മൾ വരാറ്. കുറേ നാളായി ഞാൻ സ്കൂളിൽ വന്നിട്ട്. പുതിയ ബിൽഡിങ്ങൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷം. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, അത് ഒരുപാട് സന്തോഷം. എന്നാലും നമ്മുടെ പഴയ ആ ഒരു ഓർമ്മയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത്. ഇനി ഇതൊക്കെ പൊളിക്കുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. ആ ഒരു അറ്റത്തൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ടോയ്ലറ്റ്. ഗേൾസിൻ്റെ ഒരു സൈഡിൽ, ബോയ്സിൻ്റെ ഒരു മറ്റേ സൈഡിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. പിന്നെ ഈ ഒരു ബിൽഡിങ് നിൽക്കുന്ന ഭാഗത്തായിരുന്നു ഞങ്ങളുടെ കൈ കഴുകണൊക്കെ ഏരിയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണെന്നുകൊണ്ട് അവരവിടെ ബിൽഡിങ്ങൊക്കെ പണിതിട്ടുള്ളത്. പിന്നെ ആ അറ്റത്ത് ഓടിട്ട ആ ഭാഗം കാണുന്നതാണ് സ്റ്റാഫ് റൂം. അതിൻ്റെ ഇപ്പുറത്താണ് 7ാം ക്ലാസ്സൊക്കെ വരുന്നത് കേട്ടോ. 2 ഡിവിഷനേ ഉണ്ടായിരുന്നുള്ളൂ. ബിയും എയും ബിയും ആയിരുന്നു. അതിൽ എയിലായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിരുന്നു സ്കൂളും കാര്യങ്ങളും. മാവൊക്കെ ആദ്യത്തെ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഒരു മാവ് മുറിച്ചിട്ടുണ്ട്. ആ ഒരു മാവിൻ്റെ ചുവട്ടിലാണ് ഡ്രില്ലൊക്കെ വരുമ്പോൾ ഞങ്ങൾ കളിക്കണതൊക്കെ. പിന്നെ ഞാൻ കാണിക്കുന്നത് സ്കൂളിലേക്ക് വരുന്ന വഴികളാണ് കേട്ടോ. ആ ഒരു വീട് അവിടെ ആദ്യമേ ഉള്ളതാണ്. പക്ഷെ കുറേ വീടുകൾ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായതാണ്. ഞങ്ങളുടെ 4ാം ക്ലാസ്സിലൊക്കെ ഏരിയയാണ് കേട്ടോ ആ വീട്. ബാക്ക് ഭാഗമാണത് ആ വീട് വരുന്നത്. അപ്പോൾ ഞാനെൻ്റെ ഇത്താട് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു വരേണ്ട. എൻ്റെ ഇത്താട് സ്കൂൾ വിട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറയണേ. ഈ സമയത്തൊക്കെ വെള്ളിയാഴ്ചയൊക്കെ സ്കൂൾ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഓരോ വീടുകളിൽ നിന്നും ഉച്ച സമയത്താണല്ലോ നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കാണ് പോവാട്ടോ. സമയത്ത് ബീഫ് കറിയുടെയൊക്കെ നല്ല സ്മെല്ല് വരും. അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ്. നമ്മൾ വിശന്നിട്ട് വീട്ടിലേക്ക് ചോറിനാൻ പോണ നേരത്തെ ആ ബീഫ് കറിയുടെ സ്മെല്ലും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ ഈ ഒരു ഇടവഴി എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ഇടവഴി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കുറേ കുട്ടികൾ നമുക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് വരാനായാലും പോകാനായാലും ഒക്കെ ഉണ്ട്. പക്ഷെ ഉച്ച സമയത്ത് കുറവായിരിക്കും കേട്ടോ കുട്ടികൾ. അവർ അവിടെ സ്കൂളിൽ ഇരുന്ന് കഴിക്കണവരുണ്ടാവും. പിന്നെ അടുത്തുള്ളവരാണെങ്കിൽ വീട്ടിൽ പോകും. ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ പിന്നെ 6-7 തൊട്ടപ്പോഴാണ് ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കൽ തുടങ്ങിയത്. അപ്പോൾ അവരുടെ വഴിയിലൊരു പുളിമരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പുളിമരമൊക്കെ മുറിച്ചു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പറയും പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് 1-2 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ ചോറിനാൻ പോകാൻ. അങ്ങനെ ആ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീടിൻ്റെ അവിടെ എത്തിയിട്ട്. അപ്പോൾ എൻ്റെ വീട് വരുന്നത് ഹാർബറിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വരുമാന മാർഗ്ഗം ഫിഷിങ്ങാണ്. ഫിഷിങ് കാര്യങ്ങളും ബോട്ട്, വഞ്ചി, അങ്ങനെയുള്ള ബഹളങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. മീനിനൊന്നും നമുക്ക് ക്ഷാമമില്ല കേട്ടോ. നല്ല ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ വീടിൻ്റെ അവിടെ എത്തി. വീടിൻ്റെ അവിടെ തൊട്ട് ഫ്രണ്ടിൽ പള്ളിയുണ്ട് കേട്ടോ, ഞങ്ങളുടെ പള്ളി. ആ പള്ളിയിൽ നമുക്ക് കയറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട്, അവിടെ ഉസ്താദില്ലാത്ത കാരണമാണ് ആ ഫ്രണ്ടിൽ നിന്നത്ത് വെള്ളം എടുത്ത് കുടിക്കുന്നത്. അതാണ്ടായിരുന്നു. വീട്ടിലാണ് ഫ്രിഡ്ജില്ല. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ബ്രെഡും അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ ഉപ്പ അവിടെ നിന്ന് കഞ്ഞി കുടിക്കണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാടെ കഞ്ഞിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ നല്ലൊരു കുടിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അവിടെ കഞ്ഞി. അപ്പോൾ അതൊക്കെ ഒന്നൊരു വീഡിയോ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.